എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊളസ്ട്രോളിന്റെ ചില സംഗതികളെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാം. ഡോക്ടർമാരുടെ അഭിപ്രായം. 3 ഡോക്ടർമാരുടെ അഭിപ്രായമുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഇവിടെ ഞാനിത് എടുത്തു പറയാൻ കാര്യം, ഞാൻ ഹൃദ്രോഗം അനുഭവിച്ച ഒരാളും നിലവിൽ മരുന്നില്ലാതെ ജീവിക്കുന്ന ഒരാളുമാണ്. കൊളസ്ട്രോൾ ലെവല് ഹൃദ്രോഗം വരുന്നതിന് മുമ്പും ഇപ്പം നിലവിലുള്ള എന്റെ റിസൾട്ടുമൊക്കെ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യും. ഇപ്പം ഡോക്ടർമാർ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കാറില്ല. ചോദിക്കുന്നത് ആഹാരത്തിന് മുമ്പ് കഴിക്കണോ ശേഷം കഴിക്കണോ എന്ന് മാത്രമാണ്. മരുന്നേ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാറില്ല. 3 ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഒന്ന് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രാമധ്യേ, രണ്ടാമത്തത് ബഹ്റൈനില്, പിന്നെ അടുത്ത ദിവസം ജിദ്ദയിലും ഒരു യുവാവും മരണപ്പെട്ടു. അങ്ങനെ നിരവധി ആൾക്കാർ. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നമ്മുടെ ഇടയിൽ പ്രചരിച്ചിട്ടുള്ള കൊളസ്ട്രോളിന്റെ പേടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ട്രൈഗ്ലിസറൈഡ്, ഫാസ്റ്റിംഗ് ഇൻസുലിൻ, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 3 വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. അത് ശരിയായ ലെവലിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഹൃദ്രോഗം വരാതിരിക്കാനും വന്നതിനെ നമുക്ക് മരുന്നില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്നത്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ആലോചിക്കണം. എങ്കിലും ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ആദ്യം മലയാളിയായ ഡോക്ടർ പറയുന്ന ഒന്ന് നമുക്ക് നമുക്ക് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരാം. ഹാർട്ട് അറ്റാക്ക് വളരെ കുറഞ്ഞ ചില കമ്മ്യൂണിറ്റീസ്, ചില ജനവിഭാഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ ടോട്ടൽ കൊളസ്ട്രോൾ അളവ് എപ്പോഴും 150 താഴെയായിരിക്കും. മാത്രമല്ല ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങളിലെ ചീത്ത കൊളസ്ട്രോൾ ആയ LDLന്റെ അളവ് എപ്പോഴും 70 താഴെയായിരിക്കും. അതെ, അതാണ് മാജിക് നമ്പർ. LDL ചീത്ത കൊളസ്ട്രോൾ 70 താഴെ. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇത് ജനിതകപരമായിട്ട് ഈ ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്ന ഇത് പൂർണ്ണമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചിട്ടകൾ കൊണ്ട് അവർ നേടിയെടുത്തത്. പിന്നീട് നടന്ന ഒരുപാട് പഠനങ്ങൾ ഈ മാജിക് നമ്പർ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ ആയ LDLന്റെ അളവ് 70 താഴെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. മറ്റൊരു പഠനത്തിൽ കണ്ടെത്തിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ അളവ് ഓരോ 40 mg/dL കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത 20% നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നതാണ്. എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ അളവ് 240 ഉള്ള ഒരാൾ അത് 200ലേക്ക് എത്തിക്കുകയാണെങ്കിൽ അറ്റാക്കിന്റെ സാധ്യത 20% അവിടെ കുറയുന്നുണ്ട്. മറ്റൊരു പഠനത്തിൽ കണ്ടെത്തിയ എന്താണെന്ന് വെച്ചാൽ ചീത്ത കൊളസ്ട്രോൾ അളവ് 70 താഴെ നമ്മൾ 5 വർഷത്തോളം തുടർച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന ബ്ലോക്കുകൾ പലപ്പോഴും തിരിച്ച് നോർമലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചേക്കാം. HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ അളവ് എപ്പോഴും നമ്മൾ 60ന്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. രക്തക്കൊഴലിൽ അടിഞ്ഞു കൂടിയ കേടുകൾ ഈ നല്ല കൊളസ്ട്രോൾ ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ മാജിക് ലെവൽ ശരിയാണോ അല്ലയോ എന്നുള്ളത് അടുത്ത 2 വീഡിയോ കാണുമ്പോൾ ശരിയാവും. ഒന്ന് UK പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ, കാർഡിയോളജിസ്റ്റ് അസീം മൽഹോത്ര. യഥാർത്ഥത്തിൽ അതിന് ശേഷവും ഉള്ളതാണ് ശരി. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക വേണം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് Just because cholesterol is at the scene of the crime doesn't mean it's the perpetrator. When it comes to LDL lowering, that is absolutely not part of what I do as a cardiologist, because the data tells us when you correct for what we call triglycerides and HDL, which are all linked to insulin resistance and can be rapidly improved with diet, LDL is not an independent risk factor for heart disease. It isn't just about the fact that lowering LDL has no harm. We know, certainly in older populations, that actually there is a correlation between LDL cholesterol and longevity. So the higher LDL, exactly, if you're over 60, the longer you're going to live statistically. Absolutely. Because it has a vital role in the immune system. And cholesterol really is a response. So we find cholesterol in these fatty deposits and the inner lining of the artery, we call these plaques, but they're also there with lots of immune cells. So there's been damage to the lining of the inner artery, which is caused by things like smoking. അപ്പോൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. എൻ്റെ റിസൾട്ട് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പഠിക്കണം, ചോദിക്കണം, സംസാരിക്കണം. നമ്മുടെ ഇടയിലെ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണം. 3 years ago, a cholesterol level of 300 was perfectly fine. I'd like to suggest to you it's perfectly fine today. And what are we told? You can't go above 190, is that right? And if you go above 190, what are you told? You've got to go on cholesterol-lowering medication. Are you ready for the side effects of cholesterol-lowering medication? Alzheimer's, dementia, muscle wasting, memory loss, and they've just added another one, breast, because our sex hormones are made from cholesterol. The Framingham Heart Study, it was a study that was put together to prove that cholesterol causes heart disease. It's 40 years later and it still hasn't proved it. But you know what it did show? People with high cholesterol levels don't get Alzheimer's. Why don't they get Alzheimer's? Because the fattiest organ in the body is the brain, and it loves fat as fuel. Depriving the brain of fat is a disaster. If someone's on a fat-free diet, on cholesterol-lowering medication, got a mouthful of mercury fillings, because mercury damages this myelin sheath, and they're eating fish every day, can you see that's a recipe for brain destruction? If you are on cholesterol-lowering medication, you can stop immediately. There will be a side effect. Your memory will return. Don't just believe what I say. Search it out.
Everybody knows the cholesterol myth, and it is a myth. It's kind of interesting that the Eskimos above the Arctic Circle have a legendary diet that's 98% red meat and blubber. They eat nothing but whale meat and whale blubber, walrus meat, walrus blubber, seal meat, seal blubber, bear meat, bear fat. They don't eat any organically grown broccoli or carrot juice. Their blood cholesterol ranges from 250 to 350, and they're legendary for not getting cardiovascular disease until they come down to the lower 48 and eat like us. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സന്നദ്ധരാവുക. താങ്ക്സ് ഫോർ വാച്ചിങ്.